ഹലോ, അങ്ങനെ പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ അഭിമാനമായ നമ്മുടെ ആശിഷ് ചെന്നിയെ കാണാൻ ഞങ്ങൾ വീണ്ടും എത്തി. കേരള എഞ്ചിനീയറിംഗിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ 2ാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥി കൂടിയാണ് ആശിഷ് ചെന്നി. മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം JEE അഡ്വാൻസ്ഡിൻ്റെ റിസൾട്ടും പ്രഖ്യാപിക്കുകയുണ്ടായി. ആ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 195 മലയാളികളിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കിയ വിദ്യാർത്ഥി കൂടിയാണ് ആശിഷ് ചെന്നി. അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ ഒരു താരം കൂടിയാണ് നമ്മുടെ ആഷിഖ്. നമ്മുടെ ബോട്ടണി അധ്യാപകനായ ചെന്നി സാറിൻ്റെ മകനാണ്. ആഷിഖ്, എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഇപ്പോൾ കീമിൻ്റെ റിസൾട്ടും കൂടി വന്നു, അപ്പോൾ 2ാം റാങ്ക് കിട്ടി, എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? വളരെ സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബ്രില്യൻറ്റിൽ 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ഇതിനു വേണ്ടി 2 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഫലമായിട്ട് ഇപ്പം നല്ല റിസൾട്ട് കിട്ടിയതിൽ വളരെ സന്തോഷം. ഓക്കെ, ഈ ഒരു 2ാം റാങ്ക് കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നോ? ഒരു നല്ല റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്നാലും 2ാം റാങ്ക് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. ഓക്കെ, അപ്പം എങ്ങനെയായിരുന്നു നമ്മുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും കീമിന് വേണ്ടിയിട്ടൊക്കെയുള്ള? പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ബ്രില്യൻ്റ് ഞാൻ ഉണ്ടായിരുന്നു, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഏത് സ്കൂളിലായിരുന്നു പഠിച്ചത്? ചാവറ പബ്ലിക് സ്കൂൾ. ഓക്കെ. അപ്പം അവർ അതിന് ആവശ്യമായ മെറ്റീരിയൽസും എക്സാംസും നടത്തിയാണ്. സോ അതെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പം അത് എനിക്കൊരു പ്രാക്ടീസ് തന്നു. അപ്പം അത് റിയൽ എക്സാം എഴുതിയപ്പോഴും എനിക്ക് അതുകൊണ്ട് അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എഴുതാൻ. പിന്നെ ഞാൻ മെയിനായിട്ട് ഞാൻ JEE പ്രിപ്പയർ ചെയ്തത്. അതിന് IIT ബാച്ച് എന്നാണ് ബ്രില്യൻ്റ് വിളിക്കുന്നത്. അപ്പം അത് ഇച്ചിരി കൂടെ ടഫാണല്ലോ. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് കീമിന് വലിയ പ്രശ്നമില്ലായിരുന്നു. കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ടാണ് തോന്നിയത് അല്ലേ? അപ്പോൾ ഇപ്പോൾ അഡ്വാൻസിന് നല്ലൊരു റാങ്ക് ഉണ്ട്, 195 ഉണ്ട് ഓൾ ഇന്ത്യ റാങ്ക്. അപ്പോൾ ഇനി ആഷിഖിൻ്റെ ഒരു ഡ്രീം ക്യാമ്പസ് ഇനി എങ്ങോട്ടാണ് ചൂസ് ചെയ്യുന്നത് താല്പര്യം? എല്ലാവരെയും പോലെ എനിക്കും ബോംബെയാണ് താല്പര്യം. പക്ഷേ ഇത് വെച്ച് കിട്ടാൻ സാധ്യത കുറവാണ്. സോ എന്നാലും CS മദർ IITസിൽ ഏതെങ്കിലും ഒരിടത്ത് പഠിക്കണമെന്നാണ്. കമ്പ്യൂട്ടർ സയൻസിലേക്കാണല്ലേ കൂടുതൽ താല്പര്യം? അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ പ്രിപ്പറേഷൻ? അതായത് ഒരു ദിവസം ഒരു ഇത്ര മണിക്കൂർ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്ന അങ്ങനെ ഒരു രീതിയായിരുന്നു, അതോ കൂടുതൽ ടൈം കണ്ടെത്തി അങ്ങനെ പഠിക്കുന്ന ഒരു രീതിയായിരുന്നു? ഞാൻ മോസ്റ്റ്ലി ബ്രില്യൻ്റ് തന്നെ, അതായത് ഒരു മാസത്തേക്കുള്ള ഷെഡ്യൂൾ അവർ തരും. അപ്പം ആ ഷെഡ്യൂളിനനുസരിച്ച് ഞാൻ സമയം കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ഇപ്പം അവർ തരുന്ന ഷെഡ്യൂളിൽ എനിക്ക് കൂടുതൽ പാടായിട്ടുള്ള സംഭവങ്ങളാണ് കവർ ആകുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ സമയം കൊടുക്കും, അല്ലെങ്കിൽ അത്ര സമയം കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് രീതിയിലാണ് പഠിച്ചത്. എന്നാലും ഒരു മിനിമം എമൗണ്ട് ഓഫ് ടൈം എല്ലാ ദിവസവും കവർ ചെയ്യുമായിരുന്നു പഠിക്കാൻ വേണ്ടി. ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതായിരുന്നു? ഫേവറേറ്റ് സബ്ജക്റ്റ് എല്ലാം ഒരുപോലെ ഇഷ്ടമായിരുന്നു. പിന്നെ സബ്ജക്ട്സിൽ ഫിസിക്സ് മാത്സും ഇഷ്ടമാണ്, കെമിസ്ട്രി ഇഷ്ടമാണ്. എന്നാലും അങ്ങനെ പറയാൻ പറ്റത്തില്ല, എല്ലാം ഒരുപോലെ. ഓക്കെ, അപ്പോൾ പേരൻസിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ചെന്നി സാർ നമ്മുടെ ബ്രില്യൻറ്റിലെ തന്നെ അധ്യാപകനാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ചെറുപ്പം മുതലേ ആഷിഖ് ബ്രില്യൻറ്റിൻ്റെ തന്നെ ഒരു ഫാമിലിയുടെ ഒരു അംഗം കൂടിയായിരുന്നല്ലോ? അപ്പോൾ 6ാം ക്ലാസ് മുതൽ ബ്രില്യൻറ്റിൽ ഉണ്ടായിരുന്നു എന്ന് കുറേ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ജീവിതവും കാര്യങ്ങളും? ഞാൻ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞാൽ. അപ്പം ഫൗണ്ടേഷൻ ഞാൻ ചേരാൻ കാര്യം ഡാഡി അവിടെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ചേരാൻ ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം അപ്പം അത് 6ാം ക്ലാസ് ഒക്കെയാണ് അല്ലേ, കളിച്ച് നടക്കേണ്ട ഒരു പ്രായം. അതെ, പക്ഷേ ഞാൻ അങ്ങനെ പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡ് പോകത്തില്ല. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് സമയമുള്ളതിനെ നമുക്കുള്ള സമയത്തിന് പ്രോപ്പറായിട്ട് ഉപയോഗിക്കും. നമ്മൾ ഉള്ളതിനെ അക്നോളജ് ചെയ്താൽ, അതായത് ഉള്ള സമയം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ എല്ലാത്തിനും സമയം കിട്ടും. അപ്പോൾ എല്ലാത്തിനും സമയം കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാം ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ആഷിഖിന് മറ്റെന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ, ലൈക്ക് ഇപ്പോൾ സിനിമ അല്ലെങ്കിൽ സിനിമയോട് എന്തെങ്കിലും കൂടുതൽ താല്പര്യം, അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ടായിരുന്നു? സ്പോർട്സ് എനിക്ക് ഫുട്ബോൾ ഇഷ്ടമായിരുന്നു. പിന്നെ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് സൂപ്പർ ഹീറോ ഫിലിംസ് എല്ലാം എനിക്ക് ഇഷ്ടമായിരുന്നു. ലൈക്ക് മാർവലിൻ്റെയൊക്കെ ഞാൻ കട്ട ഫാനാണ്. അപ്പം അതൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ ഫുട്ബോൾ പറഞ്ഞാൽ ഇഷ്ടമായിരുന്നു, അത്യാവശ്യം നല്ല ഇഷ്ടമായിരുന്നു. കളിക്കുകയും ചെയ്യായിരുന്നു സ്കൂൾ ടൈമിലൊക്കെ. എസ്പെഷ്യലി ഞാൻ 10 വരെ ARSിലായിരുന്നു. അവിടെ നിന്നപ്പം അവിടെ സ്റ്റേ ബാക്ക് ഒക്കെ ചെയ്യുമായിരുന്നു കളിക്കാൻ വേണ്ടി. അപ്പം എല്ലാം തന്നെ ചെയ്യാൻ സാധിച്ചു, സമയം കിട്ടി എല്ലാത്തിനും. ഓക്കെ, പിന്നെ ബ്രില്യൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ആഷിഖിന് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന, ഇപ്പോൾ 2 വർഷമായിട്ട് ബ്രില്യൻറ്റിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്തായിരുന്നു? ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ഏറ്റവും ആകർഷിച്ച ഒരു സാധനം എന്തായിരിക്കും? ഏറ്റവും ആകർഷിച്ചതെന്ന് പറയാൻ, ഞാൻ കഴിഞ്ഞ JEE അഡ്വാൻസ്ഡ് പറഞ്ഞ പോലെ അവർ പെട്ടെന്ന് പോർഷൻസ് കവർ ചെയ്യാൻ നോക്കും. അതായത് നമുക്കിപ്പോൾ റിവിഷന് എക്സാംസ് അറ്റൻഡ് ചെയ്യാനും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സമയം കിട്ടും. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് അവരുടെ ഏറ്റവും നല്ല ഫീച്ചറായിട്ട് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ഇനി ആഷിഖിന് IIT ബോംബെയിൽ അല്ലെങ്കിൽ IIT ഏതെങ്കിലും ഒരു മദർ IITയിൽ കമ്പ്യൂട്ടർ സയൻസിന് തന്നെ ജോയിൻ ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ അങ്ങനെ തന്നെ സാധിക്കട്ടെ, ഏറ്റവും നല്ല IITയിൽ തന്നെ ഏറ്റവും നല്ല കോഴ്സിന് തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അങ്ങനെ ഇനി വരുന്ന പരീക്ഷകളും ഇപ്പോൾ JEE മെയിൻ 100% സ്കോറോട് വിജയിച്ചു, ഏറ്റവും നല്ല മാർക്ക് കിട്ടി. അതുപോലെ തന്നെ JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ നല്ല ഉന്നത വിജയം കിട്ടി, കീമിന് കിട്ടി. അപ്പം അങ്ങനെ ഇനി വരുന്ന പരീക്ഷകളിലും ഇനി വരുന്ന എല്ലാ കോമ്പറ്റീഷൻസിലും ഒക്കെ ഇതുപോലെ തന്നെ ഒന്നാമനാകാനും നല്ല റാങ്കൊക്കെ കിട്ടാനും സാധിക്കട്ടെ ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.